അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൾഡ് കോഫിയാണ് ഉണ്ടാക്കി. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരു മസാല മാഗി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസിയാണ് ഗൈസ്. കോൾഡ് കോഫി ഉണ്ടാക്കിയാൽ മതിയിരിക്കുന്നത് നല്ല ഈസിയാണ്. എൻ്റെ പിന്നെ ഞാൻ എപ്പോഴും ഈസിയാണെന്നല്ല പറയാറ്. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നെന്താ അറിയില്ല, ഒരു അടക്കാൻ പറ്റാത്തൊരു വിശപ്പ് കേട്ടോ. അപ്പോൾ ഈ വിശപ്പൊക്കെ നന്നായിട്ട് വരുമ്പോൾ എനിക്ക് വേണ്ടത് മാഗിയാണ്. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ, അല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കലക്കും എന്നല്ലാണ്ട് നല്ല. അപ്പോൾ ഞാൻ നേരെ മാഗി പാക്കറ്റൊക്കെ മേടിച്ച് വന്ന് ഞാനത് മാഗി ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മയുണ്ട്. ഇതിൽ അമ്മയാണ് ചെയ്യണതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് വെറും മൂന്നേ സാധനമുള്ളൂ. ഒനിയൻ, ചില്ലി, ടൊമാറ്റോ. അത് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഒരു ഒനിയൻ, ഒരു ടൊമാറ്റോ, ഒരു ചില്ലി, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അത് 3 കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളച്ച് വന്നതിലേക്ക് മാഗി പൗഡർ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് തിളച്ചപ്പോൾ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വേവിച്ചെടുത്ത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് വഴറ്റി വരുമ്പോൾ ഞാൻ അതിലേക്ക് ടൊമാറ്റോയും അതുപോലെ ചില്ലി ഫ്ലേക്സും ചില്ലി ഇട്ട് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും കട്ട് ചെയ്ത് വെച്ച ചില്ലി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല പൗഡർ ആയിരിക്കുന്ന ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, കുറച്ച് ചിക്കൻ മസാല, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക, വെജിറ്റബിൾ ക്യാപ്സിക്കൻ എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വേവിച്ച് വെച്ച് മാഗി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നേ, നന്നായിട്ട് മിക്സ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ചൂട് മാഗി റെഡി. അപ്പോൾ അത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി അതും നല്ല ചൂട് കട്ടനും കൂടെ കഴിച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.